Welcome back to Microsoft Excel 365 എന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ 1 എന്ന് ടൈപ്പ് ചെയ്തു, 2 എന്ന് ടൈപ്പ് ചെയ്തു. ഇങ്ങനെ നമുക്കൊരു 10 പേരെ ഓട്ടോ സീരീസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യത്തെ 2 സെല്ല് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഡ്രാഗ് ഡൗൺ ചെയ്യാം. ഇത് ഏകദേശം 17 വരെ ഞാൻ ഡ്രാഗ് ഡൗൺ ചെയ്ത് ക്രിയേറ്റ് ചെയ്തു. അതേപോലെ ഫസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് 1 എന്നുള്ളത്, എന്നിട്ട് ഞാൻ നോക്കി ഇത് നേരെ ഡ്രാഗ് ഡൗൺ ചെയ്യും. അപ്പോൾ ഇതിൽ 1, 2, 3 എന്നപ്പോൾ സീരിയസ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. കാരണം ആദ്യം ചെയ്തതിൽ 1, 2 നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണ് സീരീസ് വേണ്ടി നമ്മൾ ഡ്രാഗ് ഡൗൺ ചെയ്യുന്നത്. ഇതിൽ 1 മാത്രം സെലക്ട് ആക്കിയിട്ടാണ് നമ്മൾ ഡ്രാഗ് ഡൗൺ ചെയ്തത്. പക്ഷേ നമുക്കിവിടെ ഇതിലുള്ള ഒരു ഐക്കൺ വരും, ഓട്ടോ ഫില്ല് എന്ന് പറയുന്നത്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ സീരീസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീരീസ് വരികയും ചെയ്യും. ഇനി അടുത്തതായിട്ട് ഇരട്ട സംഖ്യ ആണെങ്കിലും നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റും. 4 ഇത് 2 സെലക്ട് ആക്കി, എന്നിട്ട് ഞാൻ ഉണ്ടാക്കി റൈറ്റിലോട്ട് റോ ബേസിലാണ് ഞാനത് ഡ്രാഗ് ലെഫ്റ്റ് ചെയ്തത്. 2, 4, 6, 8 അങ്ങനെ ഇരട്ട സംഖ്യ ആയിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും. അതുപോലെ നമുക്ക് മന്ത് ബേസിൽ ഡ്രാഗ് ഡൗൺ ചെയ്യും. ജനുവരി ടൈപ്പ് ചെയ്തു, അതേപോലെ നേരെ ഡ്രാഗ് ഡൗൺ ചെയ്ത് മന്ത് ബേസിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ സൺഡേ ഡേ ബേസിൽ ഡ്രാഗ് ഡൗൺ ചെയ്ത റിപ്പീറ്റഡ് ആയിട്ട് ആ വീക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് വേറൊരു മെത്തേഡ് കൂടി ഇതിലുണ്ട്. അത് നമുക്ക് ഇങ്ങനെ നോക്കാം. ഇപ്പൊ ഞാൻ 1 അടിച്ചു, ഇവിടെ 9 ടൈപ്പ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഉള്ളത് ഫില്ല് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സീരീസ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റോ ബേസിലാണ് നമുക്ക് വേണ്ടത്. റോ ക്ലിക്ക് ചെയ്യുക. ലിനിയർ രീതിയിൽ, ഗ്രോത്ത് രീതിയിൽ. ലിനിയർ രീതിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 2, 2+, 4, 4+ എന്ന രീതിയിലായിരിക്കും വരും. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്ന രീതിയിലായിരിക്കും വരും. ഇപ്പൊ ഞാൻ ലിനിയർ രീതിയിൽ ചെയ്തുകൊണ്ട് നോക്കാം. സ്റ്റെപ്പ് വാല്യൂ ട്രെൻഡ് ആണെങ്കിൽ ട്രെൻഡ് തന്നെ ചെയ്യണം. ഇങ്ങനത്തെ ഒരു ട്രെൻഡായിട്ട് നമുക്ക് കാണാനാണ്. 1, 2.3, 3.67, 5, 6, അത് 9 വരെ വരുന്നതിനുള്ളൊരു ട്രെൻഡ് ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ കാണിക്കുന്നത്. ഇനി 2 ടൈപ്പ് ചെയ്തു. അതുവരെ ഞാൻ ഇവിടെ എന്താക്കി, ഒരു 12 വരെ ഞാനിവിടെ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഫില്ലിൽ പോയിട്ട് സീരീസ് എടുക്കുന്നു.
ഒരു ഗ്രോത്ത് എന്ന നിലക്ക് നമ്മൾ അതിന്റെ ട്രെൻഡ് നോക്കാം. 2.87, 4, 5, 8 എങ്ങനെ അതിന്റെ ഒരു ഗ്രോത്ത് ലെവലിലായിട്ട്, അതായത് നമ്മൾ ആ സംഖ്യന്റെ ഇടയിൽ ബിറ്റ്വീൻ ആയിട്ടാണ് കാണിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി നമ്മൾ ഫസ്റ്റില് സ്റ്റാർട്ടിങ്ങിൽ ഒരു സംഖ്യ കൊടുത്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ട്രെൻഡ് ആയിട്ട് സീരിയസ് ആയിട്ട് ഇപ്പോ ഇതിന്റെ ഒരു ബിറ്റ്വീൻ ആയിട്ട് 4 കൊടുത്തു. 4 കൊടുത്ത് 2, 6, 10, 14, 18, 22, 26 അങ്ങനെ പോകും. അതായത് ഇതിൽ നമ്മൾ ഓപ്പണിങ് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട്, ക്ലോസിങ് സംഖ്യ ഇടുന്നില്ല. ഫസ്റ്റ് കാണിച്ചതിൽ അങ്ങനെ അല്ലായിരുന്നു, സ്റ്റാർട്ടിങ്ങും എൻഡും നമ്മൾ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഈ ട്രെൻഡ് ഇങ്ങനെ വന്നത്. ഇനി നമുക്ക് ഡേറ്റ് ബേസ് കാര്യങ്ങൾ ഇങ്ങനെ നോക്കാം. ഇന്ന് ഒരു ഡേറ്റ് ഞാൻ കൊടുക്കുന്നു, 1/1/2025. 1/1/1. ഇപ്പൊ ഞാൻ അതിന് ഏകദേശം ഒരു കുറച്ച് ഡേറ്റിൽ ഡ്രാഗ് ഡൗൺ ചെയ്തുണ്ടാക്കും. ഇതിൽ ഫില്ല് മന്ത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ, ആദ്യം ഡേ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഡേനെ നമ്മൾ ഡ്രാഗ് ഡൗൺ ചെയ്തു. ഇപ്പോ 1, 2, 3, 4, 5 രീതിയിൽ നമുക്ക് ഡേറ്റ് മാത്രമായിട്ട് ലഭിച്ചു. ഇതിൽ നമ്മൾ ഡ്രാഗ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അതായത് നിലവിലെ ഡേറ്റിന്റെ ഒരു സീരീസ് ആയിട്ടാണ് നമുക്ക് വന്നത്. ഇനി നമുക്ക് ഫിൽ ഡേയ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിലും എന്താ ഉണ്ടാവുക, സെയിം ആയിരിക്കും, കാരണം ഡേയ്സ് ആണല്ലോ. അതേപോലെ നമുക്ക് ഫില്ല് വീക്ക് ഡേയ്സ് ആണെങ്കിലോ എന്ത് സംഭവിക്കുക, 1, 2, 3, 1, 2, 3, 4, 5 ഇല്ല, 6, 7, 8, 9, 10, 11, 12 ഇത് രണ്ടുമില്ല, 13, 14, 15. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് നമ്മൾ ഇവിടെ വീക്ക് ഡേയ്സ് ആണ് കൊടുത്തത്. അതായത് ഇതിൽ നിന്നും സാറ്റർഡേയും സൺഡേയും എക്സ്ക്ലൂഡ് ചെയ്തു. വീക്ക് ഡേയ്സ്, വീക്കെൻഡുകളെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ട് വന്നത്. ഇനി ഫില്ല് മന്ത് ആണെങ്കിൽ മന്ത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓരോ മാസത്തെയും ഫസ്റ്റ് ഡേ, ജനുവരി, ഫെബ്രുവരിത്തെ ഫസ്റ്റ് ഡേ, അതേപോലെ മാർച്ച്. ഇനി ഇതില് നമുക്കിപ്പോ നമ്പർ ഫോർമാറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് ഡേറ്റ്. ഇതിനെ നമുക്കൊരു ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ Ctrl+Shift# ക്ലിക്ക് ചെയ്തതാണ്. ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും. ഓരോ മാസത്തിന്റെയും ഫസ്റ്റ് ഡേ അവിടെ വന്നു. ഇനി ഞാനത് Ctrl+Z അടിച്ചുകൊണ്ട് അതിന് പഴയ പോലെ തൊട്ട് ആക്കുവാണ്. ഇനി ഞാൻ വീണ്ടും ഡ്രാഗ് ഡൗൺ ചെയ്തു. ഇതിൽ ഫില്ല് മന്ത് നമ്മൾ കൊടുത്തു. ഇനി ഇയർ. അപ്പോൾ ഓരോ വർഷത്തെയും ജനുവരി 2026 ജനുവരി 1, 2027 ജനുവരി 1, 2028 ജനുവരി 1, 2029 ജനുവരി 1, അങ്ങനെ അത് ആ സീരീസ്, അങ്ങനെ ഇയർ ബേസിൽ സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ വരും. ഇങ്ങനെയാണ് സീരീസിന്റെ ഫങ്ഷൻസും കാര്യങ്ങളും വർക്കൗട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്ന
ഒരു സീരീസ് ഉണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോട്ട് ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാര്യം. ഇനി എല്ലാവരും എന്ത് ചെയ്യുക, കണക്റ്റഡ് ആയിട്ടിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതും ഓരോരുത്തർ വീഡിയോസുമായി ഇനി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.